ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം ചതുർത്ഥോ അധ്യായ. നാലാമത്തെ അധ്യായത്തിൽ ഗജേന്ദ്രന്റെ പൂർവചരിത്രം പറയുന്നു. ശ്രീശുക ഉവാച. ഒന്നാമത്തെ ശ്ലോകം. തഥാ ദേവർഷി ഗന്ധർവാ ബ്രഹ്മ ഈശാന പുരോഗമാഃ മുമുചുഹു കുസുമാസാരം ശംസന്ത കർമ്മ തത് ഹരേഹേ. ഇങ്ങനെ ആ മുതലയെ സുദർശന ചക്രം കൊണ്ട് വധിച്ചിട്ട് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തപ്പോൾ തഥാ ബ്രഹ്മ ഈശാന പുരോഗമാഹ, ബ്രഹ്മാവ് ശിവൻ മുതലായ ദേവർഷി ഗന്ധർവാഹ, ദേവന്മാരും ഋഷിമാരും ഗന്ധർവന്മാരും ഇവരെല്ലാവരും ഹരേഹേ തത്കർമ്മ, ഭഗവാൻ ശ്രീഹരിയുടെ ആ പ്രവൃത്തിയെ ശംസന്തഃ പുകഴ്ത്തിക്കൊണ്ട് കുസുമാസാരം മുമുചുഹു, പൂമഴ ചുരിഞ്ഞു. രണ്ടാമത്തെ ശ്ലോകം. നേതുർദുന്ദുഭയോ ദിവ്യാഹ ഗന്ധർവാഹ നനൃതുഹു ജഗുഹു ഋഷയ ചാരണാഹ സിദ്ധാഹ തുഷ്ടുവുഹു പുരുഷോത്തമം. ദിവ്യാഹ ദുന്ദുഭയഃ നേതുഹു, ദേവലോകത്തുള്ള ദുന്ദുഭിവാദ്യങ്ങൾ മുഴങ്ങി. ഗന്ധർവാഹ നനൃതുഹു ജഗുഹു, ഗന്ധർവന്മാർ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്തു. ഋഷയഃ ചാരണാഹ സിദ്ധാഹ പുരുഷോത്തമം തുഷ്ടുവുഹു, ഇവരെല്ലാവരും ശ്രീഹരിയെ സ്തുതിച്ചു. ഇനി അടുത്ത ശ്ലോകം കൊണ്ട് ഈ നക്ര ആരായിരുന്നു എന്ന് പറയുകയാണ്. മൂന്നാമത്തെ ശ്ലോകം. യോ അസൗ ഗ്രാഹ സവൈ സദ്യ പരമാശ്ചര്യ രൂപധൃക് മുക്തോ ദേവലശാപേന ഹൂഹു ഗന്ധർവ സത്തമഃ. ഹൂഹു, ഹൂഹു എന്നു പേരുള്ള ഗന്ധർവ സത്തമഃ, ഗന്ധർവ അധിപതിയായിരുന്ന യഹ അസൗ, യാതൊരു ഇവൻ, ദേവലശാപേന, ദേവലൻ എന്ന മുനിയുടെ ശാപം നിമിത്തം ഗ്രാഹഃ, മുതലയായി ഭവിച്ചതായിരുന്നു. സഹവൈ, അവനാകട്ടെ, ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് മുഖത്തെ കീറിയപ്പോൾ അതിൽ നിന്ന് സദ്യഃ മുക്തഃ, ഉടനടി മുക്തനായിട്ട്, പരമാശ്ചര്യ രൂപധൃക്, അത്യാശ്ചര്യകരമായ രൂപത്തെ ധരിച്ചു നിന്നു. ഹൂഹു എന്നു പേരായ ഗന്ധർവൻ ഒരിക്കൽ തടാകത്തിൽ സ്ത്രീകളോടൊന്നിച്ച് ജലക്രീഡ ചെയ്യുകയായിരുന്നു. അപ്പോൾ ദേവലൻ എന്ന മുനി കുളിക്കുവാനായി ആ തടാകത്തിൽ വന്നിറങ്ങി. അതേസമയം ഈ ഗന്ധർവൻ അപ്പോഴുള്ള അഹങ്കാരത്താൽ വെള്ളത്തിനടിയിലൂടെ ഊളിയിട്ട് ചെന്ന് മുനിയുടെ കാലുവാരി. ക്രുദ്ധനായ മുനി, നീ മുതലയായിട്ട് പോ എന്ന് ശപിച്ചു. പിന്നീട് ക്ഷമായാചനം ചെയ്തപ്പോൾ മുനി പ്രസാദിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു ശാപമോക്ഷം നൽകി. ഇതേപോലെ ഒരു ഘട്ടത്തിൽ നീ തടാകത്തിലിറങ്ങുന്ന ഗജേന്ദ്രന്റെ കാലിൽ പിടികൂടണം. അപ്പോൾ ഗജേന്ദ്രനെ മോചിപ്പിക്കുവാൻ ശ്രീഹരി അവിടെ എഴുന്നള്ളുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിനക്കും മോചനം കിട്ടും. ഇങ്ങനെ മോക്ഷം കിട്ടിയ ആ ഗന്ധർവൻ ഭഗവാനെ പ്രണമിച്ചു. നാലാമത്തെ ശ്ലോകം. പ്രണമ്യ ശിരസാ അധീശം ഉത്തമ ശ്ലോകം അവ്യയം അഗായത യശോധാമ കീർത്തന്യ ഗുണസത്കഥം. ഇങ്ങനെ ആ ഗന്ധർവൻ ഉത്തമ ശ്ലോകം അവ്യയം, വിശുദ്ധ കീർത്തിയുള്ളവനും നാശരഹിതനും, യശോധാമ, കീർത്തിക്ക് ഏക ആശ്രയമായവനും, കീർത്തന്യ ഗുണസത്കഥം, കീർത്തനീയങ്ങളായ ഗുണങ്ങളോടും സച്ചരിതങ്ങളോടും കൂടിയ ആ അധീശം സർവേശ്വരനെ ശിരസാ പ്രണമ്യ അഗായത, മനസ്സുകൊണ്ട് ശിരസ്സുകൊണ്ട് വീണു വണങ്ങിയിട്ട് പാടിപ്പുകഴ്ത്തി. അഞ്ചാമത്തെ ശ്ലോകം. സഹ അനുകമ്പിത ഈശേന പരിക്രമ്യ പ്രണമ്യതം ലോകസ്യ പശ്യതോ ലോകം സ്വം അഗാത് മുക്ത കിൽബിഷഃ.
ഈശേന ഭഗവാനാൽ അനുകമ്പിത അനുഗ്രഹിക്കപ്പെട്ട സഹ ആ ഗന്ധർവൻ തം പരിക്രമ്യ പ്രണമ്യ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് മുക്തകിൽബിഷ പാപനിർമുക്തനായി ഭവിച്ചിട്ട് ലോകസ്യ പശ്യതഃ അവിടെ കൂടിയ ദേവന്മാർ തുടങ്ങിയ എല്ലാവരും നോക്കി നിൽക്കെ സ്വം ലോകം അഗാത്ത് തൻ്റെ ലോകമായ ഗന്ധർവ ലോകത്തിലേക്ക് യാത്രയായി. ആറാമത്തെ ശ്ലോകം. ഗജേന്ദ്രോ ഭഗവത് സ്പർശാത് വിമുക്തോ അജ്ഞാനബന്ധനാത് പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാഹ ചതുർഭുജഃ. ഭഗവത് സ്പർശാത് ഭഗവാൻ സ്പർശിക്ക കാരണം അജ്ഞാനബന്ധനാത് വിമുക്ത അവിദ്യയുടെ കെട്ടുപാടിൽ നിന്ന് തികച്ചും മുക്തനായ ഗജേന്ദ്ര ആ ഗജേന്ദ്രൻ ഭഗവാന്റെ സാരൂപ്യമുക്തിയെ പ്രാപിച്ചു എന്ന് പറയുന്നു. അതായത് ഭഗവാന്റെ രൂപസാദൃശ്യം ഉണ്ടാവുക. അങ്ങനെ ഉടനെ തന്നെ ഈ ഗജേന്ദ്രൻ ആ ആനയുടെ രൂപത്തിൽ നിന്ന് മാറി പീതവാസാഹ പീതാംബരപ്പട്ടണിഞ്ഞ് ചതുർഭുജ 4 കൈകളോടുകൂടിയവനായി ഭഗവതഃ രൂപം പ്രാപ്ത ഭഗവാൻ ശ്രീഹരിയുടെ സാരൂപ്യത്തെ പ്രാപിച്ചു. ഏഴാമത്തെ ശ്ലോകം. സവൈ പൂർവം അഭൂത് രാജ പാണ്ഡ്യോ ദ്രവിഡസത്തമഃ ഇന്ദ്രദ്യുമ്ന ഇതി ഖ്യാതോ വിഷ്ണുവ്രതപരായണഃ. സഹവൈ ആ ഗജേന്ദ്രനാകട്ടെ പൂർവജന്മത്തിൽ ദ്രവിഡസത്തമഃ ദ്രാവിഡ ദേശവാസികളിൽ വിശിഷ്ടനും വിഷ്ണുവ്രതപരായണഃ വൈഷ്ണവധർമ്മ ആചരണത്തിൽ അതീവ ശ്രദ്ധാലുവും ഇന്ദ്രദ്യുമ്നഃ ഇതി ഖ്യാതഃ ഇന്ദ്രദ്യുമ്നൻ എന്ന പേരിൽ വിഖ്യാതനുമായി പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന രാജാ അഭൂത് രാജാവായിരുന്നു. അപ്പോൾ ഭാരതത്തിന്റെ ഏകദേശം തെക്കേ അറ്റത്തുള്ള ദ്രാവിഡവാസിയും ആ പാണ്ഡ്യരാജ്യത്തെ രാജാവും ആയിരുന്നു. രാജാവായിരുന്നുവെങ്കിലും എല്ലാത്തിനോടും വിരക്തി വന്നെന്നതുപോലെ തപോവൃത്തിയിൽ ഇരുന്ന് ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരുന്നു എന്ന് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. സഹ ഏകദാ ആരാധനകാല ആത്മവാൻ ഗൃഹീത മൗനവ്രത ഈശ്വരം ഹരിം ജഡാധര താപസ ആപ്ലുതഃ അച്യുതം സമർച്ചയാമാസ കുലാചലാശ്രമഃ. ആത്മവാൻ താപസഃ ആത്മനിഷ്ഠയോടുകൂടി തപോവൃത്തിയിലിരുന്ന് ജഡാധരഃ ജഡമുടി ധരിച്ച് കുലാചലാശ്രമഃ മലയപർവ്വതത്തിലെ ആശ്രമത്തിൽ വസിച്ചിരുന്ന സഹ അദ്ദേഹം ഏകദ ഒരു നാൾ ആരാധനകാലേ അപ്പോൾ അങ്ങനെ വസിച്ചുകൊണ്ടിരിക്കെ ഭഗവാനെ ആരാധിക്കുവാനുള്ള സമയമായപ്പോൾ ആപ്ലുതഃ കുളി കഴിഞ്ഞ് ഗൃഹീത മൗനവ്രതം സ്വീകരിച്ചുകൊണ്ട് ഈശ്വരം അച്യുതം സകല ലോകനിയന്താവും അച്യുതനുമായ ഹരിം സമർച്ചയാമാസ ഭഗവാനെ പൂജിക്കുകയായിരുന്നു. അപ്പോൾ മൗനവ്രതം എന്ന് പറയുമ്പോൾ സംസാരിക്കാതിരിക്കുക മാത്രമല്ല മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം ഭഗവാനിൽ ഏകാഗ്രമാക്കി ഇരിക്കുക, ഒരു തരത്തിൽ ധ്യാനാവസ്ഥയിൽ ഇരിക്കുക. 9ാമത്തെ ശ്ലോകം. യദൃച്ഛയാ തത്ര മഹായശാമുനിഃ സമാഗമത് ശിഷ്യഗണൈ പരിശ്രിതഃ തം വീക്ഷ്യ തൂഷ്ണീം അകൃത അർഹണാദികം രഹസി ഉപാസീനം ഋഷിഃ ചുപോപഃ. തത്ര അപ്പോൾ അവിടെ യദൃച്ഛയ യാദൃച്ഛികമായി എത്തിച്ചേർന്ന മഹായശാഹ സുവിഖ്യാതനായ മഹർഷി മുനി അഗസ്ത്യൻ ശിഷ്യഗണൈഹി പരിശ്രിതഃ ശിഷ്യസമൂഹങ്ങളായി പരിവൃതനായിട്ടാണ് അവിടെ സമാഗമത് വന്നു ചേർന്നത്. അകൃത അർഹണാദികം അതേസമയം ധ്യാനാവസ്ഥയിലായിരുന്ന ഇന്ദ്രദ്യുമ്നൻ സ്വാഭാവികമായിട്ടും ഋഷിയെ കാണുകയില്ല. അതുകൊണ്ടിവിടെ അതിഥി പൂജാതി സ്വധർമ്മം നിറവേറ്റാതെ, കാരണം അപ്പോഴും സന്യാസിയല്ല രാജാവാണ്. അപ്പോൾ ഒരു രാജാവിൻ്റെ ഗൃഹസ്ഥനായിരിക്കുന്ന രാജാവിൻ്റെ ധർമ്മമാണ് വരുന്നവരെ സ്വീകരിച്ചിരുത്തുക എന്നത്. അങ്ങനെ അതിഥി പൂജാതി സ്വധർമ്മം നിറവേറ്റാതെ രഹസി ഏകാന്തതയിൽ തൂഷ്ണീം ഉപാസീനം മൗനമായി ഈശ്വരോപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന തം വീക്ഷ്യ അദ്ദേഹത്തെ കണ്ടിട്ട്
ഋഷിഹി ചുകോപഹ. മഹാമുനി കോപിച്ചു, കഷ്ടം തന്നെ. എന്ത് ശാപമാണ് കൊടുത്തത് എന്ന് പറയുന്നു 10ാമത്തെ ശ്ലോകം. തസ്മാ ഇമം ശാപം അദാത് അസാധുഹു അയം ദുരാത്മാ കൃതബുദ്ധിഃ അദ്യ വിപ്രാ അവമന്ത വിശതാം തമഃ അന്ധം യഥാ ഗജഃ സ്തബ്ധമതിഃ സഹയേവ. ഇമം ശാപം, ഈ ശാപത്തെ തസ്മൈ അദാത്, ആ ഇന്ദ്രദ്യുമ്നന് കൊടുത്തു. അസാധുഹു, നേർവഴിക്കല്ലാത്തവനും, ദുരാത്മാ, ദുർമനസ്കനും, അകൃതബുദ്ധി, അസംസ്കൃത ബുദ്ധിയും, വിപ്ര അവമന്ത, ബ്രാഹ്മണരെ മാനിക്കാത്തവനുമായ അയം ഇവൻ, അന്ധം തമഹ, അതിഘോരമായ അന്ധകാരത്തിലേക്ക്, അദ്യ വിശതാം, ഇപ്പോൾ തന്നെ കടന്നുകൂടട്ടെ. ഗജഹ യഥ, ആനയെപ്പോലെ, സ്തബ്ധമതിഹി, ബുദ്ധി പകച്ചിട്ടുള്ളവൻ, സഹയേവ, അങ്ങനെ ഒരു ആന തന്നെയായി തീരട്ടെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. കാരണം നല്ലൊരു കാര്യമാണ് ഇന്ദ്രദ്യുമ്നൻ ചെയ്തുകൊണ്ടിരുന്നത്. ഭഗവാനെ പൂജിക്കുക എന്ന ഒരൊറ്റ തെറ്റേ ഇന്ദ്രദ്യുമ്നൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ പാപത്തിന് കാരണമാകും, ശാപത്തിന് കാരണമാകും? അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഇന്ദ്രദ്യുമ്നൻ അപ്പോഴും രാജാവാണ്. ഒരു രാജാവ്, പ്രത്യേകിച്ച് ഗൃഹസ്ഥനായിട്ടുള്ള ഒരു രാജാവ്, അതിന് എങ്ങനെയൊക്കെ ഭഗവാനെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു ഗൃഹസ്ഥന്റെ പ്രഥമ ധർമ്മമാണ് അതിഥി പൂജ. അത് മറന്നുകൊണ്ട് നമ്മൾ ഇനി എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാലും അത് ശരിയല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ, പൂജ ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ, ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ എന്ത് ചെയ്യും? ഫോൺ വിളിച്ചാൽ നമുക്ക് ഇപ്പോൾ തിരക്കിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് വെക്കാം. പക്ഷെ വീട്ടിൽ ആളുകൾ വന്നാൽ ഞാൻ പൂജ ചെയ്യുകയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഇത് മാത്രമാണ്. ഒന്ന്, അതിഥികൾ വരാൻ ഒരു സാധ്യതയുമില്ലാത്ത പുലർക്കാലങ്ങളിൽ ഇത്തരം സാധനകൾ ചെയ്യുക. അത് മാത്രമാണ് ഇതിന് ഒരേ ഒരു പോംവഴി. കാരണം ഒരു ഗൃഹസ്ഥൻ മറ്റ് സമയങ്ങളിലെല്ലാം വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ആയിരിക്കണം എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളിൽ, അതായത് ഒരു തരത്തിലും മാറിപ്പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാധനകൾ ചെയ്യാൻ നിൽക്കേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനകൾക്ക് കഴിയുന്നതും പുലർച്ചെയുള്ള സമയം അല്ലെങ്കിൽ ത്രിസന്ധ്യ, പൊതുവെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വീടുകളിൽ അതിഥികൾ വരാൻ സാധ്യത കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ വീട്ടിൽ വരാവുന്ന അതിഥികളുടെ എണ്ണം കുറയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ, അതിന് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. കൂടുതൽ ആളുകളോട് ഇടപഴകാതിരിക്കുമ്പോൾ, നമ്മൾ ഇടപഴകാതിരിക്കുമ്പോൾ പിന്നെ തിരിച്ചിങ്ങോട്ടും മറ്റുള്ളവർ നമ്മളെ തേടി വരില്ല. എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത ചില കൂട്ടായ്മകൾ, അതായത് കുടുംബ കൂട്ടായ്മകൾ നമുക്ക് കൂടിയേ തീരുള്ളൂ. അതല്ലാതെ എപ്പോഴും വിളിക്കുന്ന സുഹൃത്തുക്കൾ, എപ്പോഴും കയറി വരുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇത്തരക്കാരെ നമുക്ക് ഒഴിവാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകാതിരുന്നാൽ മതി. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങോട്ടും അവർ വരാതിരുന്നോളും. പക്ഷെ ഇത് പറയുന്നത് ആധ്യാത്മിക സാധനകൾ എനിക്ക് ചിട്ടയായി ചെയ്യണം, എനിക്കൊരു ദിവസം പോലും മുടക്കരുത്, മുടക്കാൻ ആഗ്രഹമില്ല എന്ന് ചിന്തിക്കുന്നവരോടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതിനെ വേറൊരു രീതിയിലൊന്നും കാണേണ്ടതില്ല. കാരണം നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുടുംബക്കാരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കൂടുതൽ സമയം സാധനയ്ക്ക് വേണം എന്നുള്ളവർ ഒന്നുകിൽ പുലർച്ചെയുള്ള സമയം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പതുക്കെ എല്ലാറ്റിൽ നിന്നും ഒരു വിടുതൽ നമ്മളായിട്ടെടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ കരുതിക്കോളും, അവർക്കിപ്പോ നമ്മളെ പഴയതുപോലെ വലിയ കാര്യമില്ല, ഇപ്പൊ നമ്മളെ ഒന്നും വലിയ നമ്മൾ പറയില്ലേ വകവയ്ക്കുന്നില്ല.
അങ്ങനെ അവരായിട്ട് തന്നെ മാറിപ്പോയിക്കോളും. പിന്നെ അത്ര അത്യാവശ്യമുള്ള, അത്ര അടുപ്പമുള്ളവർ മാത്രമേ പിന്നീട് നമ്മളെ തേടി വരികയുള്ളൂ. അങ്ങനെയുള്ളവർ വന്നാൽ തീർച്ചയായും അവരെ സത്കരിക്കണം എന്ന ഒരു പാഠമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ശ്രീ ശുക ഉവാച, ശുകബ്രഹ്മർഷി പറയുകയാണ് 11ാമത്തെ ശ്ലോകം. ഏവം ശപ്ത്വാ ഗതഃ അഗസ്ത്യോ ഭഗവാൻ നൃപ സ അനുഗഃ ഇന്ദ്രദ്യുമ്നഃ അപി രാജർഷിഃ ദിഷ്ടം തത് ഉപധാരയൻ. 12. ആപന്നഃ കൗഞ്ചരീം യോനിം ആത്മവിസ്മൃതി വിനാശിനി ഹരി അർച്ചന അനുഭാവേന യത് ഗജത്വേ അപി അനുസ്മൃതിഃ. ഹേ നൃപ, രാജാവേ, ഭഗവാൻ അഗസ്ത്യഃ, സർവജ്ഞനായ അഗസ്ത്യമുനി, ഏവം ശപ്ത്വ, ഇപ്രകാരം ശപിച്ചിട്ട്, സ അനുഗഃ, അനുയായികളോടുകൂടെ ഗതഃ, ഇറങ്ങിപ്പോയി. എന്നാൽ ഇനിയാണ് ഇന്ദ്രദ്യുമ്നൻ ഈ ശാപത്തെ എങ്ങനെയാണ് എടുത്തത് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇന്ദ്രദ്യുമ്നൻ എത്രത്തോളം ഭഗവാനിൽ മനസ്സുറപ്പിച്ച ഭക്തനാണ് എന്ന് മനസ്സിലാവുക. സാധാരണഗതിയിൽ അത്ര അങ്ങോട്ട് ഭഗവാനിൽ മനസ്സുറപ്പിക്കാത്തവരൊക്കെ ചിന്തിക്കുക, ഞാൻ ഭഗവാനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഗതി എന്നാണ്. പക്ഷെ ഇവിടെ രാജർഷിഹി ഇന്ദ്രദ്യുമ്നഃ അപി, ഇന്ദ്രദ്യുമ്നാകട്ടെ തത് ദിഷ്ടം ഉപധാരയൻ, ഇത് ദൈവകൽപിതമാണ്, ഇങ്ങനെ എനിക്ക് സംഭവിക്കണം എന്ന് ആ പ്രകൃതി കാലം നിശ്ചയിച്ചതാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി. പിന്നീട് അടുത്ത ജന്മത്തിൽ ആത്മസ്മൃതി വിനാശിനിയും, ആത്മാവബോധത്തെ ഇല്ലാതെയാക്കുന്ന കൗഞ്ചരീം യോനിം ആപന്നഃ, ഒരു ഗജമായി പുനർജനിച്ചു. എന്നാൽ ഗജത്വേ അപി, ആ ഗജജന്മത്തിൽ പോലും പൂർവ അനുസ്മൃതി, പൂർവജന്മ അനുസ്മരണ ഉണ്ടായി യത് എന്നത് ഹരി അർച്ചന അനുഭാവേന, തീർച്ചയായും അത് പൂർവജന്മത്തിൽ ഭഗവാൻ ശ്രീഹരിയെ പൂജിച്ചിരുന്നതിൻ്റെ മഹിമ കൊണ്ടാണ്. കുറച്ചുനാൾ ഒരു ആത്മവിസ്മൃതി ഉണ്ടായിരുന്നു. അപ്പോഴാണ് തൻ്റെ ബലത്തിൽ അത്ര ഉറപ്പോടുകൂടെ ഇരുന്നത്, ആത്മവിശ്വാസത്തോടുകൂടെ ഇരുന്നത്. ഇനി അല്ല തൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ സഹായിക്കുമെന്ന് കരുതിയത്. പക്ഷേ ആരുമില്ലാതായപ്പോൾ, അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് പൂർവസ്മൃതി ഉണ്ടായതും എല്ലാവർക്കും എല്ലായ്പ്പോഴും ആശ്രയം ഭഗവാൻ മാത്രമാണ് എന്ന ആ തിരിച്ചറിവിലേക്ക് വന്നതും. 13ാമത്തെ ശ്ലോകം. ഏവം വിമോക്ഷ്യ ഗജയൂഥപം അബ്ജനാഭഃ തേനാഭി പാർഷദഗതിം ഗമിതേന യുക്തഃ ഗന്ധർവസിദ്ധ വിബുധൈഃ ഉപഗീയമാന കർമ്മ അദ്ഭുതം സ്വഭവനം ഗരുഡാസനോ അഗാത്. അബ്ജനാഭഃ, ശ്രീ പത്മനാഭൻ, ഏവം ഗജയൂഥപം, ആ ഗജേന്ദ്രനെ വിമോക്ഷ്യ, മോചിപ്പിച്ച ശേഷം തൻ്റെ പാർഷദനായിട്ട്, അതാണ് സാരൂപ്യമുക്തിയെ കൊടുത്തു, പാർഷദ പദവിയെ ഗമിതേന പ്രാപിപ്പിച്ച, തേന അപി, ആ ഗജേന്ദ്രനോടുകൂടെ ചേർന്ന്, അല്ലെങ്കിൽ തൻ്റെ പാർഷദനായി തീർന്ന അവനോടുകൂടെ ചേർന്ന്, ഗന്ധർവ സിദ്ധ വിബുധൈഹി, ഇവരെല്ലാവരും ഉപഗീയമാന കർമ്മ, പാടിപ്പുകഴ്ത്തപ്പെടുന്ന അപദാനത്തോടു കൂടിയവനായി, ഗരുഡാസനഃ, ഗരുഡന്റെ മുകളിൽ ഉപവിഷ്ടനായിട്ട്, അദ്ഭുതം സ്വഭവനം അഗാത്ത്, ആശ്ചര്യജനകമായ തൻ്റെ ആസ്ഥാനത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് ഗമിച്ചു. 14ാമത്തെ ശ്ലോകം. ഏതൻ മഹാരാജ തവ ഈരിതഃ മയാ കൃഷ്ണാനുഭാവോ ഗജരാജമോക്ഷണം സ്വർഗ്യം യശസ്യം കലികൽമഷാപഹം ദുസ്വപ്നനാശം കുരുവര്യ ശൃണ്വതാം. ഹേ മഹാരാജാവേ, ഗജരാജമോക്ഷണം, ഗജേന്ദ്രമോക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതത്, ഈ ഉപാഖ്യാനമാകുന്ന കൃഷ്ണാനുഭാവഃ, ശ്രീകൃഷ്ണ മഹാത്മ്യം, മയാ തവ ഈരിതഃ, എന്നാൽ അങ്ങേക്ക് ചൊല്ലിത്തരപ്പെട്ടു. ഹേ കുരുവര്യ, പരീക്ഷിത്തെ, ഏതത് ശൃണ്വത, ഈ ഉപാഖ്യാനം ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് അത് സ്വർഗീയ സുഖത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നതും, സ്വർഗ്യം യശസ്യം, അവരുടെ കീർത്തിയെ വളർത്തുന്നതും, കലികൽമഷാപഹം, കലിദോഷങ്ങളെ അകറ്റുന്നതും, ദുസ്വപ്നനാശം, ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നതും ആയിത്തീരുന്നതാണ്.
15-ാമത്തെ ശ്ലോകം. യഥാ അനുകീർത്തയന്തി ഏതത് ശ്രേയസ്കാമാ ദ്വിജാതയഃ ശുചയ പ്രാതരുത്ഥായ ദുസ്വപ്നാദി ഉപശാന്തയേ. ശ്രേയസ്കാമാഹ, ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന ദ്വിജാതയഃ, ബ്രാഹ്മണാദി ത്രൈവർണികന്മാർ, ദുസ്വപ്നാദി ഉപശാന്തയെ, ദുസ്വപ്നാദികളുടെ ഉപശാന്തിക്ക് വേണ്ടി പ്രാതഃ ഉത്ഥായ, പ്രഭാതത്തിൽ എഴുന്നേറ്റ്, ശുചയഃ, ശുദ്ധിയോടെ ഇരുന്ന്, ഏതത്, ഈ ആഖ്യാനത്തെ യഥാ അനുകീർത്തയന്തി, വേണ്ടതുപോലെ കീർത്തനം ചെയ്യേണ്ടതാകുന്നു. ഇങ്ങനെയൊരു ഫലശ്രുതി ഭഗവാൻ തന്നെ ഗജേന്ദ്രനോട് പറഞ്ഞതാണ്. 16-ാമത്തെ ശ്ലോകം. ഇതമാഹ ഹരി പ്രീതോ ഗജേന്ദ്രം കുരുസത്തമാ ശൃണ്വതാം സർവഭൂതാനാം സർവഭൂതമയോ വിഭുഃ. ഹേ കുരുസത്തമ, സർവഭൂതമയ, സകല ചരാചര സ്വരൂപനും വിഭുഃ, സർവശക്തനുമായ ഹരി, പ്രീതഃ, സന്തുഷ്ടനായിട്ട്, സർവഭൂതാനാം ശൃണ്വതാം, എല്ലാ ജീവികളും കേൾക്കുമാറ്, ഗജേന്ദ്രം ഇതം ആഹ, ഗജേന്ദ്രനോട് ഇങ്ങനെ പറയുകയുണ്ടായി. ഭഗവാൻ എന്താണ് പറഞ്ഞത് എന്നത് ശ്രീ ഭഗവാൻ ഉവാച മുതൽ അങ്ങോട്ട് കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. 17-ാമത്തെ ശ്ലോകം. ഓരോ ശ്ലോകങ്ങളായിട്ടാണ് അർത്ഥം പറയുന്നതെങ്കിലും എല്ലാം കൂടെ അവസാനമാണ് ഇതിൻ്റെ ഒരു പരിസമാപ്തി പോലെ ഒരു അർത്ഥം വരിക. അപ്പോൾ ഓരോന്നായി കേൾക്കാം. 17-ാമത്തെ ശ്ലോകം. ഏമാം ത്വാം ച സരഹ ച ഇദം ഗിരികന്ധര കാനനം വേത്ര കീചക വേണൂനാം ഗുൽമാനി സുരപാദപാൻ. ഏ, യാതൊരുവർ, മാം, ത്വാം ച, എന്നെയും നിന്നെയും. ഇനി ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ വരണമെന്നാണ്. അപ്പോൾ ഈ ഇദം സരഹ, ഈ തടാകത്തെ, ഗിരികന്ധര കാനനം, ത്രികൂട പർവ്വതം, അതിലുള്ള ഗുഹകൾ, കാടുകൾ, വേത്ര കീചക വേണൂനാം, ചൂരൽ, മുള, ഓട എന്നിവകളുടെ, ഗുൽമാനി, കുടിലുകളെയും, സുരപാദപാൻ, ദേവദാരുക്കളെയും. 18. ശൃംഗാണി ഇമാനി ധിഷ്ണ്യാനി ബ്രഹ്മണോ മേ ശിവസ്യ ച ക്ഷീരോദം മേ പ്രിയം ധാമ ശ്വേതദീപം ച ഭാസ്വരം. ഇമാനി ശൃംഗാണി, ഇവിടെയുള്ള ഗിരിശിഖരങ്ങളെയും, ബ്രഹ്മണഃ മേ ശിവസ്യ ച ധിഷ്ണ്യാനി, ബ്രഹ്മാവിൻ്റെയും എൻ്റെയും ശിവന്റെയും വാസസ്ഥാനങ്ങളെയും, മേ പ്രിയം ധാമ ക്ഷീരോദം, എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമായ പാലാഴിയെയും, ഭാസ്വരം ശ്വേതദീപം ച, തിളക്കമാർന്ന ഈ ശ്വേതദ്വീപിനെയും. ഇനി 19. ശ്രീവത്സം കൗസ്തുഭം മാലാം ഗദാം കൗമോദകീം മമ സുദർശനം പാഞ്ചജന്യം സുപർണം പതകേശ്വരം. മമ, എൻ്റെ, ശ്രീവത്സത്തെയും കൗസ്തുഭത്തെയും വനമാലയെയും കൗമോദകി എന്ന ഗതയെയും, ഗദാം, സുദർശനമെന്ന ചക്രത്തെയും, പാഞ്ചജന്യമെന്ന ശംഖിനെയും, ഒപ്പം പതകേശ്വരനായ പക്ഷിരാജനായ സുപർണം ഗരുഡനെയും. 20. ശേഷം ച മത്കലാം സൂക്ഷ്മാം ശ്രിയം ദേവീം മദാശ്രയാം ബ്രഹ്മാണം നാരദം ഋഷിം, നാരദ ഋഷിം ഭവം പ്രഹ്ലാദമേവ ച. സൂക്ഷ്മാം മത്കലാം, എൻ്റെ ഒരു അംശം തന്നെയായിട്ടുള്ള ശേഷം ച, ആദിശേഷനെയും, മദാശ്രയാം, എന്നെ ആശ്രയിച്ച് എൻ്റെ വക്ഷസ്സിലിരിക്കുന്ന, ശ്രിയം ദേവീം, ലക്ഷ്മീദേവിയെയും, ബ്രഹ്മാണം, ബ്രഹ്മാവിനെയും, ഋഷിം, നാരദം, ഋഷിയായ നാരദനെയും, ഭവം, മഹാദേവനെയും, പ്രഹ്ലാദം ഏവച്ച, അതേപോലെ എൻ്റെ ഭക്തോത്തമനായ പ്രഹ്ലാദനെയും. 21. മത്സ്യകൂർമ്മ വരാഹാദ്യൈരവതാരൈഃ കൃതാനി മേ കർമാണി അനന്തപുണ്യാനി സൂര്യം സോമം ഹുതാശനം. മത്സ്യകൂർമ്മ, വരാഹം തുടങ്ങിയ അവതാരൈഹി, അവതാരങ്ങളെ കൊണ്ട്, മേ കൃതാനി, എന്നാൽ ചെയ്യപ്പെട്ട, അനന്തപുണ്യാനി കർമാണി, അളവറ്റ പുണ്യഫലങ്ങളെ ഉളവാക്കുന്ന കർമ്മങ്ങളെയും, സൂര്യം, സോമം, ഹുതാശനം, സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും. ഇനി 22-ാമത്തെ ശ്ലോകം. പ്രണവം സത്യം അവ്യക്തം ഗോവിപ്രാൻ ധർമ്മമവ്യയം ദാക്ഷായണീർ ധർമ്മപത്നി സോമ കശ്യപയോരപി.
പ്രണവം ഓങ്കാരമന്ത്രത്തെയും സത്യം സത്യസ്വരൂപത്തെയും അതേസമയം അവ്യക്തം മായയാകുന്ന ഈ പ്രപഞ്ചത്തെയും ഗോ വിപ്രാൻ ഗോക്കൾ ബ്രാഹ്മണർ എന്നിവരെയും അവ്യയം ധർമ്മം സനാതനമായ ഭാഗവത ധർമ്മത്തെയും ധർമ്മപത്നീഹി ധർമ്മർഷിയുടെ പത്നിമാരും സോമ കശ്യപയോഹോ അപി സോമന്റെയും കശ്യപന്റെയും പത്നിമാരും ആയിട്ടുള്ള ദാക്ഷായണീഹി ദക്ഷപുത്രിമാരെയും. ഇനി 23 ഗംഗാം സരസ്വതീം നന്ദാം കാളിന്ദീം സിതവാരണം ധ്രുവം ബ്രഹ്മഋഷീം സപ്ത പുണ്യശ്ലോകാശ്ച മാനവാൻ. ഗംഗ, സരസ്വതി, നന്ദ, നന്ദ എന്നാൽ അളകനന്ദ, കാളിന്തി, യമുന, സിതവാരണം, ഐരാവതം, അതുപോലെ എൻ്റെ ഭക്തോത്തമനായ ധ്രുവം ധ്രുവനെയും സപ്ത ബ്രഹ്മഋഷീൻ 7 ബ്രഹ്മർഷിമാരെയും പുണ്യശ്ലോകാൻ വിശുദ്ധ കീർത്തി എഴുന്ന രാജർഷിമാരായ മാനവാൻ, അതായത് മനുഷ്യരായി ജീവിച്ച് എന്നാൽ ഏറ്റവും ഉത്തമരായി ജീവിച്ച നളൻ, ജനകൻ തുടങ്ങിയ സത്പുരുഷന്മാരെയും 24ാമത്തെ ശ്ലോകത്തിൽ അന്വയിച്ചു കൊണ്ടുവരികയാണ്. ഉത്ഥായ അപരരാത്രാന്തേ പ്രയതാസു സമാഹിതാഃ സ്മരന്തി മമ രൂപാണി മുച്യന്തേഹി ഏന സഹ അഖിലാത്. അപരരാത്രാന്തേ രാത്രിയുടെ ഉത്തരാർദ്ധം അവസാനിക്കുന്ന ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉത്ഥായ എഴുന്നേറ്റ് ഇത്രയും വിവരിച്ച് പറഞ്ഞ ഓരോ വ്യക്തികളെയും ഓരോ മലകളെയും നദികളെയും പ്രയതാഹ ശ്രദ്ധാഭക്തി സമേതരായും സുസമാഹിതാഹ ഏകാഗ്രചിത്തന്മാരുമായിട്ട് ആര് സ്മരന്തി സ്മരിക്കുന്നുവോ അവർ അഖിലാത് ഏന സഹ എല്ലാ തരത്തിലുമുള്ള പാപത്തിൽ നിന്നും മുച്യതേ മോചിപ്പിക്കപ്പെടുന്നു. ഹി എന്തെന്നാൽ ഇവയെല്ലാം മമരൂപാണി എൻ്റെ വിഭൂതികൾ തന്നെയാണ്. 25ാമത്തെ ശ്ലോകം. യേ മാം സ്തുവന്തി അനേന അംഗാ പ്രതിബുദ്ധ്യ നിശാത്യയേ തേഷാം പ്രാണ അത്യയേ ച അഹം ദദാമി വിമലാം മതിം. ഹേ അംഗ, യേ ആരാണോ നിശാത്യയേ രാത്രിയുടെ അന്ത്യയാമത്തിൽ പ്രതിബുദ്ധ്യ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അനേന ഈ സ്തോത്രം കൊണ്ട് മാം സ്തുവന്തി എന്നെ സ്തുതിക്കുന്നത് തേഷാം അവരുടെ അവസാന കാലത്ത് പ്രാണ അത്യയെ അവരുടെ പ്രാണൻ ഈ ലോകം വിട്ടുപോകുന്ന സമയത്ത് ഇങ്ങനെയുള്ളവർക്ക് അഹം ച ഞാൻ വിമലാം മതിം ദദാമി നിർമ്മലമായ ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു. 26ാമത്തെ ശ്ലോകം. ഇത്യാദിശ്യ ഹൃഷീകേശ പ്രദ്മായ ജലജോത്തമം ഹർഷയൻ വിബുധാനീകം ആരുരോഹ ഖഗാധിപം. ഹൃഷീകേശ ഇങ്ങനെ ഭഗവാൻ ശ്രീഹരി ഇതി ആദിശ്യ ഇപ്രകാരം കൽപ്പിച്ചരുളിയ ശേഷം ജലജോത്തമം പാഞ്ചജന്യത്തെ പ്രദ്മായ ഉച്ചത്തിൽ മുഴക്കി വിബുധാനീകം ദേവസമൂഹത്തെ ഹർഷയൻ സന്തോഷിപ്പിച്ചുകൊണ്ട് ഖഗാധിപം ഗരുഡവാഹനത്തെ ആരുരോഹ ആരോഹണം ചെയ്തു. ഗരുഡവാഹനത്തിൽ ഏറി അങ്ങനെ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ ഗജേന്ദ്രമോക്ഷണം നാമ ചതുർത്ഥോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.